ഇടുക്കി നേര്യമംഗലം വനമേഖലയിലടക്കം ദേശീയപാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് തുടർക്കഥയാകുന്നു. സഞ്ചാരികളായി എത്തുന്നവർ ഭക്ഷണം കഴിച്ച ശേഷം മാലിന്യം നിക്ഷേപിച്ചു പോകുന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇത്തരക്കാരെ കണ്ടെത്തി മുൻകാലങ്ങളിലേതുപോലെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ ചിലർ പാതയോരത്ത് മാലിന്യം നിക്ഷേപിച്ചു പോകുന്നതാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. യാത്രാമധ്യേ കഴിക്കാൻ സംഘമായി എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും കൈവശം ഭക്ഷണം കരുതാറുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഭക്ഷണം കഴിച്ച ശേഷം മാലിന്യം അവിടെ തന്നെ നിക്ഷേപിച്ചു പോകുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് നേര്യമംഗലം വനമേഖലയിലടക്കം പലയിടത്തും മാലിന്യം കുമിയാൻ ഇടവരുത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത്തരം പ്രവണത വർദ്ധിച്ച് മാലിന്യ പ്രശ്നം രൂപം കൊണ്ടതോടെ ഗ്രാമപഞ്ചായത്ത് കർശന നടപടിയുമായി രംഗത്ത് വന്നിരുന്നു. നവമാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴയീടാക്കി തുടങ്ങിയതോടെ മാലിന്യ നിക്ഷേപം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ദേശീയപാതയോരത്ത് വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിട്ടുള്ളത്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മുൻകാലങ്ങളിൽ എന്ന പോലെ നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.